ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു തയ്യൽ വീഡിയോ കാണാം. ഞാനൊരു കമ്മീസാണ് തയ്ക്കുന്നത്, അതായത് ചുരിദാറിൻ്റെ ടോപ്പ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു അത് ഫുൾ വീഡിയോ ഇടാനായിട്ട്, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം. നമുക്ക് ആദ്യം തന്നെ തുണി 4 മടക്കണം. ആദ്യം ലെങ്ത് വൈസ് ഒരു മടക്ക് മടക്കിയിട്ട് വിഡ്ത്ത് വൈസ് മടക്കുക. അപ്പോൾ എപ്പോഴും റോങ് സൈഡ് മുകളിൽ കാണുന്ന രീതിയിൽ ഇടണം. കാരണം നമ്മൾ ചോക്ക് വെച്ച് വരയ്ക്കുന്നതാണല്ലോ. അപ്പം നല്ല വശത്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പാടാവും. അപ്പോൾ അകവശത്താണ് പുറത്തേക്ക് ഇട്ടിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ, ആം ഹോള് അതിൻ്റെ സെയിം ആണ്. അപ്പം അതിൻ്റെ മാർക്കിംഗ് ആണ് ചെയ്തു വരുന്നത്. അതിന് സെയിം ഫോമുലയാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. ഇവിടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 42 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഡിവൈഡഡ് ബൈ 6 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ടും അതേ 7 ഇഞ്ച് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് അത് ഞാൻ 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ എടുക്കുന്നില്ല, കാരണം ഞാൻ വേറൊരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ നെക്ക് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്, 3 ആണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ്, അപ്പോൾ 3.5 ആണ് വരേണ്ടത്. പക്ഷേ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി വരും, അതുകൊണ്ട് 3 എടുത്തുള്ളൂ. വീതിയുള്ള ഷോൾഡർ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇടുങ്ങിയ ഷോൾഡർ ആണെങ്കിൽ ഇറങ്ങി വരും, അതുകൊണ്ട്. ഇനി ആ 7 ഇഞ്ചസിൻ്റെ അവിടുന്ന് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ലെങ്തി ലൈൻ ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. ഇത് 4 മടക്കിയിരിക്കുന്നുണ്ട്. 42 ഡിവൈഡഡ് ബൈ 4 അത് ചെയ്യുക. അത് പ്ലസ് 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 10.5 ആവും, പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസ്. അപ്പോൾ 12 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തു. അതുകൂടാതെ ഞാനിപ്പോൾ 7 ഇഞ്ചസിൽ മിഡിൽ പോയിൻ്റ് കണ്ടതാണ്, അതായത് 3.5 അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തതാണ്. ഇനി ഞാൻ വേസ്റ്റ് ലെങ്ത് ആണിപ്പോൾ ചെയ്യുന്നത്. അത് 13 to 14 ഒക്കെ വരാം. അപ്പോൾ ഞാൻ 14 ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ അനുസരിച്ചിരിക്കും. എന്നിട്ട് ഞാൻ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തു. നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ട് നോക്കിയിട്ടും ഈ വേസ്റ്റ് ലെങ്ത്ത് അളക്കാം. ഇപ്പോൾ ഞാനിത് വേസ്റ്റിൻ്റെ വിഡ്ത്താണ് അളന്നിരിക്കുന്നത്. അത് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്ര എടുത്തിരുന്നോ, അതായത് 10 ആണല്ലോ എടുത്തത്, അത് -1, അപ്പം 9.5 കിട്ടും, പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസസ്. എപ്പോഴും ചെസ്റ്റിനേക്കാൾ കുറഞ്ഞിരിക്കും വേസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്ത്. അപ്പം ഞാൻ അതുമാതിരി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9.5 + 2 അങ്ങനെ 11.5 കിട്ടി. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തത്. അത് 20 ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹൈറ്റ് അനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ 20 എടുത്ത്, ഇത്തിരി വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് കുറച്ച് കൊണ്ടുവരിക, 19 ഒക്കെ ആക്കാം. ഞാനിപ്പോൾ 20 ആണ് എടുത്തിരിക്കുന്നത്. അത് ആ 20യിൽ നിന്ന് ഞാൻ നേരെ ഒരു വര വരച്ചു. ഇനി ഇവിടെയാണ് നമ്മൾ ഹിപ്പിൻ്റെ അളവ് മെഷർ ചെയ്ത് ഇടാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ 10.5 + 1 അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10.5 + 1 11.5 പ്ലസ് സീം അലവൻസസ് 1 അങ്ങനെ 12.5 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ റൗണ്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് അത് 4 ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്ലസ് നമ്മളൊരു 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. ഇനി ഏറ്റവും അടിയിലത്തെ ഫ്ലെയർ ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ 12.5 + 1 അതായത് 13.5 ആയിട്ട് മാർക്ക് ചെയ്യണം. അതായത് ഹിപ്പിൻ്റെ അവിടെ നിന്ന് എടുത്ത 12.5, ഹിപ്പിൻ്റെ അവിടെ ടോട്ടലി 12.5 എടുത്തു, പ്ലസ് 1 ഇഞ്ചും കൂടെ കൂട്ടിയാൽ മതി. ഇനി ഒത്തിരി ഫ്ലെയർ വേണം, A ലൈനൊക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മളത് 1 ഇഞ്ചും കൂടെ കൂട്ടാം, അങ്ങനെ 14 ആക്കാം. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യണത് ഷോൾഡർ ഒന്ന് പെർഫെക്റ്റായിട്ട് കിടക്കാനായിട്ട് ഞാനൊരു 1/2 ഇഞ്ച് താഴ്ത്തി, അതായത് നെക്ക് വിഡ്ത്തിൽ നിന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് 7 ഇഞ്ചസ് ഇല്ലേ, അതായത് 3 ഇഞ്ചസ് to 7 ഇഞ്ചസ് അവിടെ ആ ഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫോമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 42 ഡിവൈഡഡ് ബൈ 24, അതായത് ഇപ്പോൾ എനിക്ക് 1.75 കിട്ടി. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ ബാക്ക് ആം ഹോൾ കർവാണ്. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവ് വേണം. അതിന് ഈ ബാക്ക് ആം ഹോൾ കർവ് വരച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ
ഫ്രണ്ട് ആം ഹോൾ കർവ് ആവും. ഇതിപ്പോൾ ഞാൻ വരച്ചത് ബാക്കാണ്. അത് 1.25 ഇഞ്ച് അകലത്തിൽ. ഇനി ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കുഴിച്ച് അകത്തോട്ട് വരച്ചു കൊടുക്കാൻ ഒരു കർവ് വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ കർവ്. അപ്പോൾ അതും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത്രയും നേരം അടയാളപ്പെടുത്തിയ സീം അലവൻസ് വെച്ചിട്ട് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. ആ സീം അലവൻസിൻ്റെ അവിടെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത്, അകത്തുള്ളതല്ല. അകത്തുള്ള മാർക്കിംഗ് നമുക്ക് സ്റ്റിച്ച് വരേണ്ട ഭാഗമാണ്. അപ്പോൾ ഇത് പുറത്തുള്ള മാർക്കിങ്ങിൽ നമ്മൾ കംപ്ലീറ്റ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാനിതൊന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ശരിക്കും ഒരു ചെറിയൊരു വളവ് അങ്ങനെയാണല്ലോ ബോഡി ഷേപ്പ്. ഇനി നമ്മളതിന് ശേഷം എല്ലാം ഒന്ന് വെട്ടിയെടുക്കുകയാണ്. ആ വരച്ചെടുത്ത് കൂടെ തന്നെ മുഴുവനായിട്ട് വെട്ടുകയാണ്. അപ്പോൾ നമ്മൾ ആം ഹോൾ കർവ് വെട്ടുമ്പോൾ നമ്മളിത് 2 പീസ് ഒരുമിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വെട്ടുമ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ കർവിൻ്റെ ആ കർവ് വരച്ചെടുത്തുനിന്ന് വേണം വെട്ടാൻ. ഫ്രണ്ട് ആം ഹോൾ കർവ് വരച്ചേക്കുന്നത് വെച്ച് വെട്ടരുത്. അത് നമ്മൾ ബാക്കിലെ പീസ് മാറ്റിയതിന് ശേഷമേ വെട്ടാവൂ. അപ്പോൾ നമുക്കിതെല്ലാം വെട്ടിയെടുക്കാം. നമുക്കിതെല്ലാം ഇപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടല്ലെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് അതിനുശേഷം +2 സീം അലവൻസും കൂടെ ഇടണം. അങ്ങനെയും എടുക്കാം. പക്ഷേ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ +2 എന്ന സീം അലവൻസ് 1 ആയിട്ട് മാറും. ഹിപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൈ അതായത് സ്ലീവ്സ് വെട്ടുന്നതൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഈ കട്ടിങ് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. ഞാൻ നെക്ക് ഡിസൈനോ നെക്ക് ലെങ്ത്തോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഞാൻ പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചുതരാം. ഇവിടെ ഞാൻ നോച്ചിട്ട് കൊടുക്കുകയാണ്. ഓരോ കട്ട് അവിടെ വേസ്റ്റിൻ്റെ ലൈനിലും അതുപോലെ സ്ലിറ്റിൻ്റെ ലൈനിനും ഓരോ കട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ബാക്കിൽ നമ്മൾ വരച്ചിട്ടില്ലല്ലോ ബാക്ക് പീസിൽ. അപ്പോൾ ഇതിങ്ങനെ നോച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാത്തിലും ആ നോച്ച് വീഴും, ആ ഒരു കീറൽ ഒരു കട്ട് വീഴും. അപ്പം നമുക്ക് എളുപ്പമുണ്ട് തയ്ക്കാൻ. അതിന് വേണ്ടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതായത് ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് നീറ്റായിട്ട് വെച്ചതിന് ശേഷം ഇവിടെ കുഴിച്ച് വെട്ടേണ്ട ഭാഗത്ത് കുഴിച്ച് വെട്ടാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.